സച്ചി അങ്ങനെ അവസാനം ഭഗവാനോട് പറയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ കോൾ എടുക്കുമ്പോൾ അത് മെക്കാനിക്കാവും കേട്ടോ. എടാ സച്ചി, നിൻ്റെ കാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ അത് കണ്ടാലേ പുത്തൻ പുതിയ കാറ് പോലെ തോന്നും എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എനിക്കിപ്പോൾ അത് നോക്കാൻ വരാൻ സമയമില്ല ഏട്ടാ, ഞാൻ ഇത്തിരി തിരക്കില്ല പറയും. നിൻ്റെ കാറ് കണ്ടിട്ടേ ഒരാൾ വന്നപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഇത് 4 ലക്ഷം രൂപയ്ക്ക് തരുമോ, നല്ല കാറാണല്ലോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പെട്ടെന്ന് ഞെട്ടും. അങ്ങനെ ചോദിച്ചോ, എന്നാൽ നീ അയാളെന്നെ വിളിച്ചിട്ട് ആ 4 ലക്ഷം രൂപയായിട്ട് വേഗം വരാൻ പറയും, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അയാൾ പറയും, എടാ സച്ചി നീ എന്താ പറയുന്നത്, നീ നിൻ്റെ കാറ് വിൽക്ക്, നീ എന്തൊക്കെയാണ് പറയണത് പറയുമ്പോൾ, ഇല്ലടാ എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ സച്ചി കാറ് കൊടുത്ത് വേഗം തന്നെ ഈ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഈ പൈസയായിട്ട് അയാൾ വരും കേട്ടോ. അങ്ങനെ അയാളോട് പറയും, ഞാൻ എൻ്റെ കാർ ഒരിക്കലും വിൽക്കേണ്ടതല്ല, പക്ഷേ എൻ്റെ അച്ഛന് തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വിൽക്കണത് എന്ന് പറയും കേട്ടോ. അപ്പോൾ മെക്കാനിക്ക് പറയും, ശരിക്കും നിനക്ക് ഇത്രയും പൈസ ചിലവാക്കി ഈ വണ്ടി നീ പണി തീർത്തിട്ട് ഈ പൈസയ്ക്ക് കൊടുക്കുന്നത് നിനക്ക് നഷ്ടമാണെന്ന് പറയും. നഷ്ടമൊന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കിപ്പോൾ ഇതേ ഉള്ളൂ വഴി, എൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറയും. അങ്ങനെ ആ കാറ് വാങ്ങുന്ന ആൾ പറയും, എന്നാൽ നീ പൈസ കയ്യിൽ വെച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും, എവിടെയാണ് ഞാൻ ഒപ്പിട്ടേരൻ്റെ, വേഗം പറയൂ, എനിക്കിപ്പോൾ ഞാൻ പോകണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, നീ അത് ഈ പൈസയും കൊണ്ട് നിൻ്റെ ആവശ്യം നടക്കട്ടെ, എന്നിട്ട് നീ വന്നാൽ മതി, തിരക്കൊന്നുമില്ല പറയും. അങ്ങനെ സച്ചി വേഗം തന്നെ പൈസയായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ എന്നാൽ ചന്ദ്ര ചോദിക്കും, എന്തായി മോനെ പൈസ ശരിയായെന്ന് ചോദിക്കുമ്പോൾ, പൈസ ഒക്കെ കിട്ടി, പക്ഷേ ഇതിപ്പോൾ തന്നെ അടയ്ക്കാമെന്ന് പറയും. അപ്പോൾ സുധി പറയും, എടാ ഇപ്പം 4 ലക്ഷം മതിയാവും, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് മരുന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ചാർജിൻ്റെ സമയത്ത് ഇതിനേക്കാളുടെ ഒരു തുക, ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമ്മൾ വീണ്ടും അടയ്ക്കേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഞാനിനി പൈസയ്ക്ക് വേണ്ടി ഓടാത്ത സ്ഥലങ്ങളൊന്നുമില്ല, ഇതെന്നെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കേ അറിയുള്ളൂ, എൻ്റെ വണ്ടി വിറ്റിട്ടാണ് ഈ പൈസ കിട്ടിയത്, ഇനി എൻ്റെ കയ്യിൽ വിൽക്കാൻ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ വിഷമമാവും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ എല്ലാ സ്വർണ്ണവും ഊരിയിട്ട് പറയും, ഇനി നീ ആരുടെ മുന്നിലും പൈസയ്ക്ക് വേണ്ടി പോകണ്ട, ഇതൊക്കെ നിൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളതാണ്, ഇത് അച്ഛൻ്റെ ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉപകരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണ്ണമൊക്കെ ഊരി കൊടുക്കും കേട്ടോ. അപ്പോൾ സച്ചിക്ക് ആകെ വിഷമമാവും. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.